അല്ലെങ്കിൽ പലരുടെയും തെറ്റിദ്ധാരണയാണ് വാഹനം എടുത്തു കഴിയുമ്പോഴത്തേക്കും 3 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് വരുന്നുണ്ട്, നമ്മൾ 3 വർഷം കഴിഞ്ഞ് ഇൻഷുറൻസ് അടച്ചാൽ മതി. വാഹനത്തിൻ്റെ ഷോറൂമിൽ നിന്ന് തരുന്ന ഇൻഷുറൻസ് എടുക്കണോ അതോ പുറത്തെ ഇൻഷുറൻസ് എടുക്കണോ? ഇത് പലരുടെയും മനസ്സിൽ വരുന്നൊരു വലിയ സംശയം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം കൂടെ എന്നെ ഒരു വ്യക്തി വിളിച്ച് ഇതിനെക്കുറിച്ച് കുറച്ച് സംശയങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ വാഹനം ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ആക്സിഡൻറ്റിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ പലരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്താലുള്ള ഗുണങ്ങൾ എന്തെല്ലാം, കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്താലുള്ള ഗുണങ്ങൾ എന്തെല്ലാം, ഇത് രണ്ടിൻ്റെയും ദോഷവും എന്തെല്ലാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ഇൻഷുറൻസ് റിന്യൂവൽ വരുന്ന സമയത്ത് പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്താൽ പോരെ. കാരണം പുറത്ത് 10,000-2,000 രൂപയുടെ ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇൻഷുറൻസ് എടുത്താൽ എന്താണ് കുഴപ്പം? ഇങ്ങനൊരു സംശയം ചിന്തിക്കാത്തതായിട്ട് ആരും തന്നെ കാണില്ല. കാരണം വാഹനം ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയും ഇൻഷുറൻസ് തിരക്കുന്ന സമയത്ത് ഷോറൂമിൽ നിന്ന് അവർ പറയുന്ന റേറ്റ് ആയിരിക്കത്തില്ല പുറത്ത് നമുക്ക് കിട്ടുന്ന റേറ്റ്. പുറത്ത് എങ്ങനെ നോക്കിയാലും ഒരു 2,000 രൂപയെങ്കിലും നമുക്ക് റേറ്റ് കുറവ് കാണും. പക്ഷേ ആ പുറത്തുനിന്നുള്ള ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explorer. ആദ്യം തന്നെ ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് വരുന്നുണ്ടെന്ന് പറയാം. 3 ടൈപ്പ് ഇൻഷുറൻസ് നമുക്ക് നോർമലായിട്ട് വരുന്നുണ്ട്. അതായത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് മിക്കപ്പോഴും 5 വർഷം വരെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ചില ഇൻഷുറൻസ് കമ്പനി ഇത് 10 വർഷം വരെ കൊടുക്കുന്നുണ്ട്. അതിനകത്തൊരു ലിമിറ്റേഷൻ കൂടെ പറയുന്നുണ്ട്. 10 വർഷം വരെ കിട്ടണമെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു തവണ പോലും ഈ കസ്റ്റമർ ഫുൾ കവർ ഇൻഷുറൻസിലോട്ട് മാറ്റാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 10 വർഷം വരെ ഇൻഷുറൻസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. രണ്ടാമത്തേത് ഫുൾ കവർ ഇൻഷുറൻസ്. മൂന്നാമത് വരുന്നതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വാഹനം എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പുതിയ വാഹനം എടുക്കുമ്പോൾ നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് തന്നെയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് കസ്റ്റമർക്ക് കിട്ടുന്നത്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും തേർഡ് പാർട്ടി ഇൻഷുറൻസും അത് ക്ലബ് ചെയ്താണ് വരുന്നത്. ഫസ്റ്റ് ഇയർ നമുക്ക് റിന്യൂവൽ വരുന്നില്ല. അല്ലെങ്കിൽ പലരുടെയും തെറ്റിദ്ധാരണയാണ് വാഹനം എടുത്തു കഴിയുമ്പോഴത്തേക്കും 3 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് വരുന്നുണ്ട്, നമ്മൾ 3 വർഷം കഴിഞ്ഞ് ഇൻഷുറൻസ് അടച്ചാൽ മതി എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തെറ്റാണ്. വാഹനം എടുത്ത് ഓരോ വർഷം കൂടുന്തോറും നമ്മൾ ഇൻഷുറൻസ് റിന്യൂ ചെയ്യണം. അത് നിങ്ങൾ കൺസേൺ ആയിട്ടുള്ള ഇൻഷുറൻസിലോട്ട് തന്നെ ഒന്ന് കൺഫേം ആക്കിക്കോണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ 1 വർഷം കഴിഞ്ഞ് പിന്നെയുള്ള 2 വർഷം നമുക്ക് വരുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമായിരിക്കും. ഇനി അതല്ല 3 വർഷത്തേക്ക് ഒന്നിച്ച് ബമ്പർ ടു ബമ്പർ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ എടുത്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ 90% ആൾക്കാരും അത് ചെയ്യാറില്ല. റേറ്റ് കൂടുതലായതുകൊണ്ട് ബമ്പർ ടു ബമ്പർ 1 ഇയർ എടുത്തിട്ട് ബാക്കി ഫുള്ള് തേർഡ് പാർട്ടി മാത്രമാണ് 3 വർഷത്തേക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ വാഹനത്തിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 3 ഇയേഴ്സ്, അതായത് പുതിയ വാഹനം എടുക്കുമ്പോൾ 3 വർഷത്തേക്ക് ബമ്പർ ടു ബമ്പർ എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അതല്ല 1 ഇയർ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇയർലി കൃത്യമായിട്ട് റിന്യൂ ചെയ്തോണം. എപ്പോഴാണ് ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് നമ്മൾ ശ്രദ്ധിക്കുന്നതെന്നറിയോ? മെയിനായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻഷുറൻസ് തീരാറാവുമ്പോഴത്തേക്കും ഷോറൂമിൽ നിന്നും കോൾ വരും, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് കോൾ വന്നിട്ട് പറയും നിങ്ങളുടെ ഇൻഷുറൻസ് തീരാറായിട്ടുണ്ട്, അടുത്ത മാസം തീരുകയാണ്, എത്രയും പെട്ടെന്ന് റിന്യൂ ചെയ്തോളൂ. അന്നേരം നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൽ ഏതെങ്കിലും രീതിക്ക് ലോൺ ഉണ്ടെങ്കിൽ, അതായത് ഹൈപ്പോത്തിക്കേഷൻ ആയിട്ട് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും അപ്ഡേഷന് വേണ്ടി ഇൻഷുറൻസിൻ്റെ പേപ്പർ അയക്കാൻ പറയും. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യമാണ് മെയിൻ. നമ്മുടെ വാഹനം എവിടെയെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും ഹിറ്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഉടനെ നമ്മൾ നോക്കുന്നത് ഇൻഷുറൻസ് ഇൻഷുറൻസ് എല്ലാം കറക്റ്റ് ആണോ, ഇതൊക്കെ നോക്കുന്നത് അന്നേരമായിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതിൽ ഏറ്റവും മെയിൻ കാര്യമാണ് നമ്മുടെ വാഹനത്തിന് ഒരു ഹിറ്റ് ഉണ്ടാകുമ്പോൾ, അഥവാ ഏതെങ്കിലും രീതിക്ക് തട്ടോ മുട്ടോ കാര്യങ്ങളോ ഉണ്ടായി പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഇൻഷുറൻസ് നോക്കുന്നത്. അന്നേരം നമ്മുടെ വാഹനത്തിൽ കമ്പനി ഇൻഷുറൻസ് ആണെങ്കിലുള്ള ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഞാൻ ഒരു ഇൻഷുറൻസ് കമ്പനീനെയും പ്രൊമോട്ട് ചെയ്ത് പറയുന്നതല്ല. എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും പലരും എന്നെ വിളിച്ച് ചോദിച്ച് പറഞ്ഞിട്ടുള്ള സംശയങ്ങളും അവർക്കുണ്ടായ പ്രശ്നങ്ങളും കൂടെ കൂട്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു കമ്പനീനെയും ഞാൻ പൊക്കി പറയുന്നില്ല. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് റേറ്റ് കുറഞ്ഞ ഏത് ഇൻഷുറൻസ് ആണെന്ന് വെച്ചാൽ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബാക്കി ഇപ്പം ഈ പറയുന്ന പോലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, നമ്മൾ നോക്കി ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ്, കമ്പനി ഇൻഷുറൻസ് ആണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് വരുന്നൊരു കാര്യം എന്താണ്, ഒരു വാഹനം മറ്റൊരു വാഹനത്തിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, 2 പേർക്കും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു GD എൻട്രി വാങ്ങിച്ചോണം. ഇനി പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, എൻ്റെ വാഹനം എൻ്റെ വീടിൻ്റെ മതിലോട്ട് ഇടിച്ചു, നേരെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. 2 ആംഗിളിൽ നിന്നും, അതായത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് സൈഡിൽ നിന്ന് കാണുന്ന ഒരു ആംഗിളിൽ നിന്നും ക്ലിക്ക് ചെയ്യുക.
വാഹനം ഷോറൂമിൽ കൊണ്ടുപോകുക, നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഒറിജിനൽ, RC ബുക്കിൻ്റെ ഒറിജിനൽ, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒറിജിനൽ, ഇപ്പോൾ അവർ ആധാർ കാർഡും പാൻ കാർഡും ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യുക. 3 കാര്യങ്ങൾ മാത്രം, ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ മാത്രം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം കാരണങ്ങൾ, കോസ് എന്താണ് എന്നുള്ള അവരോട് പറയുക. തീർന്നു, നിങ്ങൾക്ക് വീട്ടിൽ പോകാം. വർക്ക് കഴിയുമ്പോഴത്തേക്ക് അവർ വിളിക്കും. അതിപ്പോൾ എന്ത് മേജർ ഇഷ്യൂ ആണെങ്കിൽ പോലും ആ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ അത് കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു 1000 രൂപ, 1000 റുപ്പീസ് മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി ഈ പറയുന്ന പോലെ കമ്പനി ഇൻഷുറൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹെഡേക്കും വരുന്നില്ല. ജസ്റ്റ് കൊണ്ട് കൊടുക്കുക, വർക്ക് കഴിയുമെന്ന് പറഞ്ഞ് അവർ വിളിക്കുമ്പോൾ ചെന്നെടുത്താൽ മതി, ഒന്നും തന്നെ വേറെ വരുന്നില്ല. ഇനി പുറത്തെ ഇൻഷുറൻസിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാനിവിടെ പറഞ്ഞുതരാം. റേറ്റ് കുറവുണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഇത്രയും കുറവാണ് നമുക്ക് റേറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ കയ്യിലുള്ളൊരു പുറത്തെ ഇൻഷുറൻസ് ആണ്. ഈ പറഞ്ഞതുപോലെ സെയിം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, അന്നേരം ഫോട്ടോസ് അത്യാവശ്യമാണ്. പക്ഷേ ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മൾ നേരെ ഷോറൂമിൽ ചെല്ലുന്നു. കാരണം നമ്മളൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് ക്ലിയർ ആക്കണമെന്നുള്ളത്. ഒരു കാരണവശാലും നമ്മളിത് പുറത്തൊരു ലോക്കലായിട്ട് അല്ലെങ്കിൽ പുറത്തൊരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഒരിക്കലും കൊടുക്കില്ല, കമ്പനിയിൽ തന്നെ കൊടുക്കും. കാരണം നമുക്ക് അവിടുത്തെ വർക്ക് വിശ്വാസമാണ്. അവർ ഈ പറയുന്ന പോലെ തട്ടിക്കൂട്ട് പരിപാടി ചെയ്യത്തില്ല, കൃത്യമായിട്ടുള്ള രീതി തന്നെ ചെയ്യുന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോറൂമിലോട്ട് കൊണ്ടുപോകുന്നു, അവർ ചെക്ക് ചെയ്യുന്നു. പുറത്തെ ഇൻഷുറൻസ് ആണെങ്കിൽ അവർ ഇതിൻ്റെ എല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അവരൊരു എസ്റ്റിമേറ്റ് മാത്രം തരും, അതായത് ഒരു വർക്ക് എസ്റ്റിമേറ്റ് നമുക്ക് തരും. ഈ വർക്ക് എസ്റ്റിമേറ്റുമായിട്ട് നമ്മൾ ഏതൊരു ഇൻഷുറൻസിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് ആ ഇൻഷുറൻസിൽ കൊണ്ട് കൊടുക്കുക. അവിടെ കൊണ്ട് കൊടുത്ത് അവരുടെ അപ്രൂവൽ ആയി കഴിയുമ്പോൾ അവരുടെ സർവേയർ വരും. ആ സർവേയർ ഇവിടെ വന്ന് നമ്മളിത് അവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ നോക്കിയിട്ട് അവർ അപ്രൂവൽ ചെയ്ത് തരുന്ന എത്രയാണ്, നമുക്കൊരു കൃത്യം ഇത് പറയാൻ പറ്റില്ല. അവരിപ്പോൾ പറയും ഇത് കിട്ടില്ല, സോ ആൻഡ് സോ. ഇത് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്, ഞാനിത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ ഷോറൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളും കൂടെ കൂട്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. പല കാര്യങ്ങളും റിജക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പല കാര്യങ്ങളും. അതായത് ബമ്പറും ഫെൻഡറും ഒന്നിച്ച് ഹിറ്റ് ചെയ്താണെങ്കിൽ പോലും ബമ്പർ പാസ്സാക്കി കൊടുക്കും, ഫെൻഡർ പാസ്സാക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇപ്പറ കിട്ടുന്ന ഒരു ചെറിയ ലാഭം ഇവിടെ വരുമ്പോൾ ഒരു വലിയ നഷ്ടമായി പോകുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, അതങ്ങനെ നിൽക്കട്ടെ. അപ്പം ഇങ്ങനൊരു പ്രശ്നം. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ പേപ്പർ കൊണ്ടുകൊടുത്ത് സർവേയർ വന്ന് നോക്കിക്കഴിഞ്ഞ് സർവേയർ പോയി അപ്രൂവൽ കിട്ടിയെന്ന് വെക്കുക. ഒരു 50,000 രൂപയുടെ വർക്കുണ്ട്. ആ 50,000 രൂപയുടെ വർക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫുൾ പേയ്മെൻറ്റ്, അതായത് എത്രയാണ് നമുക്ക് വരുന്ന 50,000 രൂപ നമ്മൾ ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് വാഹനം റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഇൻവോയ്സ് നേരെ സീൽ ചെയ്ത് ഇൻഷുറൻസ് കമ്പനി കൊണ്ട് കൊടുക്കുക. ഇൻഷുറൻസ് കമ്പനിയിൽ അത് അപ്രൂവൽ ആയതിനു ശേഷം പാസ്ബുക്കിൻ്റെ കോപ്പി അവർക്ക് കൊണ്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലോട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ആ പേയ്മെൻറ്റ് തിരിച്ച് റിട്ടേൺ കയറുന്നതായിരിക്കും. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ബമ്പർ ടു ബമ്പർ ആണെങ്കിൽ അവിടെ ഡിപ്രിസിയേഷൻ സെയിം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഡിഡക്ഷൻ വരുന്ന ഒരു 1000 അല്ലെങ്കിൽ 1500 മാത്രമേ ഉള്ളൂമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞൊരു പ്രോസസ്സ്, നമ്മളിതിൻ്റെ പുറയിൽ ഓടുന്നൊരു പ്രോസസ്സ് കുറച്ച് കൂടുതലായിരിക്കും. ഇത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഏറ്റവും പ്രശ്നമുള്ള പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഇൻഷുറൻസ് കമ്പനി, ഈ ഓൺലൈനിലൊക്കെ എടുക്കുന്ന ചില ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് പോലും അറിയത്തില്ല. ഭയങ്കര റേറ്റ് കുറവ് കാരണം നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് അങ്ങ് എടുത്തിടും. അങ്ങനെ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന പണി എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ക്ലെയിമിന് ചെല്ലുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് കമ്പനി നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും. ആ ഒരു ഇൻഷുറൻസ് അവരെ കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും 50,000 രൂപയുടെ ഒരു വർക്കിന് അവർ ചിലപ്പോൾ പാസ്സാക്കുന്ന 5,000 രൂപയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കറക്റ്റ് ഞാൻ കണ്ടൊരു കാര്യമാണ് പറയുന്നത്. 5,000 രൂപയാണ് അവർ അപ്രൂവൽ ആക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നമ്മളെപ്പോഴും ജെനുവിൻ സൈഡ് നോക്കണം. ഇപ്പം സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയും, ഇൻഷുറൻസ് അല്ല ഞാൻ എടുക്കാറൊന്നുമില്ല, അല്ലെങ്കിൽ ഇൻഷുറൻസിൽ എനിക്ക് ഒരു ആവശ്യം വരുന്നില്ല, ചുമ്മാ വർഷം പൈസ അടയ്ക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ അത് തെറ്റാന്ന് ഞാൻ പറയും. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് ഞാനിത് അടയ്ക്കുന്നുണ്ട്. ഇതിൽ ഈ കഴിഞ്ഞ ദിവസം മാത്രമേ എനിക്കൊരു യൂസേജ് വന്നുള്ളൂ. ദൈവം സഹായിച്ചു വരാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. എന്നാലും ഞാൻ വർഷം എടുത്തിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നാളെ എന്ത് സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ബമ്പർ ടു ബമ്പർ കിട്ടുന്ന കാലഘട്ടം വരെ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നെഗറ്റീവ് സൈഡാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ, ഓൺലൈനിൽ നിന്നൊക്കെ നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അത് ഏത് കമ്പനിയാണെന്ന് പോലും അറിയില്ലെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയത്തില്ല. അതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ലത് പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നേരെ അവരുടെ ഓഫീസിൽ ചെന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഓട്ടം നിങ്ങൾക്ക് പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ അപ്രൂവലായി കിട്ടുന്ന കാര്യത്തിലും ലിമിറ്റേഷൻസ് വളരെ കൂടുതലാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഷോറൂമിൽ തന്നെ ഉള്ളൊരു ഇൻഷുറൻസ് ആണെന്നുണ്ട്, അല്ലെങ്കിൽ ഷോറൂമിൽ നമ്മൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം എന്തുകൊണ്ട് നിങ്ങൾക്ക് അപ്രൂവൽ ആക്കി തരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ ആ ഒരു വോയിസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പുറത്തെ ഇൻഷുറൻസ് കമ്പനിയിൽ നടക്കില്ല, അവർ അപ്രൂവൽ ആക്കി തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ലെന്നേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ.
അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചൊരു കസ്റ്റമർ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വാഹനം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി വാഹനം ഓടിച്ചു പോയ സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. പുറത്തെ ഇൻഷുറൻസ് ആണ്. ആക്സിഡൻ്റ് ഉണ്ടായി, ജി ഡി ഒക്കെ ഉണ്ട്. അപ്പം ജി ഡിയിൽ ഇന്ന ആൾ വാഹനം ഓടിച്ചത് കൊണ്ട്, ഓണർ അല്ലാത്തത് കൊണ്ട് ഇൻഷുറൻസ് റിജക്റ്റ് ആയിപ്പോയി. അതൊരു വലിയ സംശയമാണ്. ഞാനപ്പോൾ പലരെയും വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പം എല്ലാവരും അതിലൊരു ക്ലാരിറ്റി കുറവാണ് തരുന്നത്. ഏതായാലും അവരുടെ ഇൻഷുറൻസ് കമ്പനി റിട്ടേൺ മെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഔട്ട്സൈഡ് ഇൻഷുറൻസ് ആണ്, ക്ലെയിം പാസ്സാകില്ല, കസ്റ്റമർക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് നന്നാക്കി എടുക്കാം, ദാറ്റ്സ് ഓൾ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളൊരു ചെറിയ ലാഭം നോക്കണ്ടെന്ന് ഒരിക്കലും പറയില്ല, പക്ഷേ ചെറിയ ലാഭം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ലാഭത്തിൽ അവർ അത്ര റേറ്റ് കുറയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഹിഡൻ ആയിട്ടുള്ള കാര്യം കാണുമെന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇനി തൊട്ടെങ്കിലും ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഏത് ഇൻഷുറൻസ് എടുക്കണം? മാക്സിമം ബമ്പർ ടു ബമ്പർ കിട്ടുന്ന കാലഘട്ടം വരെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് തന്നെ എടുക്കുക. ഇനി അതല്ല ഫുൾ കവർ ആണെങ്കിലും മിനിമം എടുത്തിരിക്കുക. പിന്നെ നിങ്ങൾ ഈ എന്താ പറയുന്നത്, വെറുതെ ഇങ്ങനെ കിടക്കുന്ന ഒരു വാഹനമാണ്, യൂസ് ചെയ്യുന്നേ ഇല്ല, യൂസ് ചെയ്യത്തുമില്ല എന്ന് ഉറപ്പുള്ള വാഹനമൊക്കെ ആണെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ എടുത്തിടുക. ഒരു ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം വഴിയിലോട്ട് ഇറക്കരുത്. അത് പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണി മാത്രമല്ല, നിങ്ങൾ ചെന്ന് വേറൊരു ആളെ ചെന്ന് ഇടിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി വേണം. ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വാഹനം ഓടിക്കുക, ഇൻഷുറൻസും കൃത്യമായിട്ട് എടുക്കുക.